നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ മേപ്പുള്ളി വീട്ടിൽ ബിന്ദു ജോഫിക്ക് കളക്ടർ പട്ടയം നൽകി. PKS തൃശൂർ ജില്ലാ സമ്മേളനം അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ഒല്ലൂക്കര ക്ഷീര വികസന യൂണിറ്റിന്റെയും കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ESI കേന്ദ്ര ബോർഡ് നമ്പർ മിന്നൽ പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം. തൃശൂർ താലൂക്കിലെ അച്ചേരി മേപ്പുള്ളി വീട്ടിൽ ബിന്ദു ജോഷിക്ക് പട്ടയം ലഭിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ശുചിത്വ മിഷൻ, നവകേരള മിഷൻ, തൃശൂർ കോർപ്പറേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷനിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകയായി എത്തിയ ബിന്ദു പട്ടയത്തിനുള്ള തന്റെ കാത്തിരിപ്പിനെക്കുറിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ നേരിട്ട് അറിയിച്ചിരുന്നു. ആ വീട്ടമ്മയുടെ കഥ കേട്ട കളക്ടർ പട്ടയത്തിനായുള്ള നടപടി ത്വരിതപ്പെടുത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബിന്ദുവിൻ്റേത് ഉൾപ്പെടെയുള്ള പട്ടയാപേക്ഷകളിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്നും താലൂക്ക് ഓഫീസുകളിൽ നിന്നും റിപ്പോർട്ടുകൾ അതിവേഗം ലഭ്യമാക്കി. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയം വിതരണത്തിന് തയ്യാറാക്കി. കഴിഞ്ഞ ദിവസം കളക്ടറുടെ ചേംബറിലെത്തിയ ബിന്ദുവിന് പട്ടയരേഖ കളക്ടർ നേരിട്ട് കൈമാറി. 1998-99 കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതരായ സാധാരണക്കാർക്ക് വീട് വയ്ക്കാനായി ഭൂമി ഒല്ലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിയിരുന്നു. ഒരു വീട് എന്ന സ്വപ്നത്തിന് നിയമപരമായ അടിത്തറ നൽകി അന്ന് പഞ്ചായത്ത് അവർക്ക് അനുവാദ പത്രികയും നൽകി. എന്നാൽ പിന്നീട് സ്ഥലം തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിലായി. അതോടെ ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും മാറ്റം വന്നു. 2004 റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് നടത്തിയ പട്ടയ മിഷൻ ഇവരുടെ സ്വപ്നത്തിന് പുതിയ പ്രതീക്ഷയേകി. ഭൂമി കോർപ്പറേഷനിൽ നിന്നും റവന്യൂ വകുപ്പിലേക്ക് ഔദ്യോഗികമായി കൈമാറുകയും റവന്യൂ ഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. ഇതോടെയാണ് ഭൂമിക്ക് പട്ടയമെന്ന ബിന്ദുവിന്റെ സ്വപ്നം സഫലമായത്. ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി MC, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദ്വിതിക, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ, തൃശൂർ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മനേഷ് ബാബു, വില്ലേജ് ഓഫീസർ VA അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കളക്ടർ പട്ടയം നൽകിയത്. പ്രദേശത്തെ മറ്റു കുടുംബങ്ങൾക്കുള്ള പട്ടയം ജൂലൈ 14 നടക്കുന്ന പട്ടയമേളയിൽ റവന്യൂ മന്ത്രി വിതരണം ചെയ്യും. സ്നേഹത്തോടെ പറഞ്ഞു, അവർ അനുസരിച്ചു. നല്ലങ്കരയിലെ ബോർഡ് നീക്കം ചെയ്തു. ഈ അടുത്തിടെ നല്ലങ്കരയിൽ ഗുണ്ടാവിളയാട്ടം തടയാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തോടനുബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നല്ലങ്കരയിലെ നല്ലവരായ പ്രദേശവാസികൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇളങ്കോ നഗർ നല്ലങ്കര എന്ന് ബോർഡ് വെച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ആപ്തവാക്യമായ നിഷ്പക്ഷത, സത്യസന്ധത, അജ്ഞാതത്വം എന്നതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പ്രദേശവാസികളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയും ബോർഡ് നീക്കം ചെയ്യുകയുമുണ്ടായി. തുടർന്നും ജനങ്ങളും പോലീസുമായുള്ള ഊഷ്മളമായ ബന്ധം നിലനിൽക്കണമെന്നും മയക്കുമരുന്നിനെതിരെയും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ കൃത്യസമയത്ത് പോലീസിനെ അറിയിക്കണമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. PKS തൃശൂർ ജില്ലാ കൺവെൻഷൻ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M. K. സുദർശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. K. ശിവരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C. K. ഗിരിജ, ജില്ലാ സെക്രട്ടറി K. V. രാജേഷ്, K. വിശ്വംഭരൻ, N. K. പ്രമോദ് കുമാർ, P. A. ലജിക്കുട്ടൻ, P. K. കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് K. V. ബാബു, N. V. സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം UR പ്രദീപ് MLA സ്വാഗതവും അഡ്വക്കേറ്റ് P. K. ബിന്ദു നന്ദിയും പറഞ്ഞു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ജാതി വിവേചനത്തിനെതിരെയും നിയമന നിരോധനത്തിനെതിരെയും തൃശൂർ AG's ഓഫീസിലേക്ക് ജൂലൈ 22 നടത്തുന്ന മാർച്ചിൽ 5000 പേരെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. കൂടാതെ ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ 2 ലക്ഷത്തോളം പേരെ അംഗങ്ങളാക്കാനും തീരുമാനിച്ചു. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ഒല്ലൂക്കര ക്ഷീര വികസന യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ നടത്തിയ പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു ഉദ്ഘാടനം ചെയ്തു.
ക്ഷീരമേഖലയിലെ നൂതന പദ്ധതികളെക്കുറിച്ചും ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തെക്കുറിച്ചും ക്ഷീരവകുപ്പിന്റെ 2025-26 വർഷത്തെ പദ്ധതികളും ഉൾക്കൊള്ളിച്ചും ഒല്ലൂക്കര ക്ഷീരവികസന യൂണിറ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഹീര സുരേഷ് ക്ലാസ് എടുത്തു. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ഭരണസമിതി അംഗങ്ങളായ വർഗീസ് ആക്കാശ്ശേരി, ജോസഫ് ജോർജ് മാന്തോട്ടം, ശാന്ത മരുതക്കാട്ടിൽ, സിനി ഷാജി, പൗലോസ് കൈപ്പുള്ളി, സംഘം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നമുക്ക് വരുന്നത് നമ്മളുടെ ഇതാണ് വകുപ്പ് നമുക്ക് പദ്ധതികൾ അസിസ്റ്റൻസ് തരുന്നത്. ഇനി ത്രിതല പഞ്ചായത്തും നമുക്ക് ഇതുപോലെ അസിസ്റ്റൻസുകൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ബ്ലോക്കും ജില്ലയും അതുപോലെ പഞ്ചായത്തും സംയുക്തമായിട്ട് നമുക്ക് നൽകുന്ന പ്രൊജക്റ്റാണ് പാലിന് സബ്സിഡി. അപ്പൊ നിങ്ങൾ അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 3 രൂപ വെച്ചിട്ടാണ് സബ്സിഡി വരുന്നത്. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പുത്തൂര് പഞ്ചായത്തിൽ പാലടന്നിട്ടുള്ള പുത്തൂര് പഞ്ചായത്തിന്റെ സബ്സിഡിയിലുള്ളവര് ഏപ്രിൽ തൊട്ട് ഫെബ്രുവരി മാസം വരെയും, അതുപോലെ പുത്തൂർ പഞ്ചായത്തിലുള്ള പാണഞ്ചേരിയിലുള്ള കർഷകര് പാണഞ്ചേരി പഞ്ചായത്തില് പാലൊഴിക്കുന്ന കർഷകര് അവർക്ക് ഏകദേശം മാർച്ച് 15 വരെയും കഴിഞ്ഞ വർഷം നമ്മള് സഹായം നൽകിയിട്ടുണ്ട്. നിങ്ങൾ അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 3 രൂപ വെച്ചിട്ടാണ് സബ്സിഡി. 78 തവണ രക്തദാനം ചെയ്ത 24 കേരള ബറ്റാലിയൻ NCCയിലെ അസോസിയേറ്റഡ് ഓഫീസറും മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ PJ സ്റ്റൈജുവിനെ ആദരിച്ചു. കൂനമൂച്ചി CLC സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് ആദരം നടന്നത്. വികാരി ഫാദർ ജേസൺ മാറോക്കി രക്തദാന ഫലകം സമ്മാനിച്ചു. യൂണിറ്റ് CLC പ്രസിഡന്റ് അശ്വിൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡീക്കൻ ജിജോ തറയിൽ, ട്രസ്റ്റി സിജോ പാപ്പച്ചൻ, ഡോക്ടർ ഐശ്വര്യ, സബിൻ ബാബു, ഗിഫ്റ്റ് ടോം തുടങ്ങിയവർ പ്രസംഗിച്ചു. PJ സ്റ്റൈജു മറുപടി പ്രസംഗം നടത്തി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പിൽ 50-ലധികം പേർ രക്തം ദാനം ചെയ്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം, നീന്തൽ പരിശീലനം 2025 സമാപനവും SSLC +2 A+ വിജയികളെയും വിവിധ മേഖലകളിൽ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിച്ച
പ്രതിഭകളെയും അനുമോദിക്കലും കായിക ദീപം 2025 പ്രതിഭാതരം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, നീന്തൽ പരിശീലകൻ CR രാജൻ എന്നിവർ സംസാരിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് നന്ദി പറഞ്ഞു. വാർഡിലെ റിസ്മി, 9ാം വാർഡിനകത്ത് PR ഭരത് കൃഷ്ണ, 10ാം വാർഡിലെ അതുൽ കൃഷ്ണ, 32 ആര്യ 32 ഗോകുൽ വന്നിട്ടുണ്ടോ? കുറ്റുമുക്ക് നെട്ടിശ്ശേരി അമ്പലം മുതൽ മണ്ണുത്തിയിലേക്കുള്ള റോഡ് കുണ്ടും കുഴിയുമായി മഴവെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. സുരേഷ് ഗോപി MP ക്യാമ്പ് ഹൗസിലേക്കുള്ള ഈ റോഡ് മാസങ്ങളായി തകർന്നു കിടക്കുകയാണ്. പലവട്ടം കോർപ്പറേഷൻ അധികാരികളെ അറിയിച്ചിട്ടും റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല. ഇനി ഈ റോഡിലെ കുഴികളിൽ വാഴ നടാൻ നാട്ടുകാർ തയ്യാറെടുക്കുകയാണ്. ESI കേന്ദ്ര ബോർഡ് നമ്പർ മിന്നൽ പരിശോധന നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ സാഹചര്യത്തിൽ തൃശൂർ മുളങ്ങത്തുകാവ് ESI ഹോസ്പിറ്റലിൽ അപകട സാധ്യതയുള്ള കെട്ടിടമുണ്ടെന്ന് പരാതിയെ തുടർന്ന് ESI കേന്ദ്ര ബോർഡ് അംഗം S ദുരൈരാജ് സന്ദർശിച്ച് പരിശോധന നടത്തി. അപകടം കൂടുതലുള്ള ഭാഗം ഉടൻ പൊളിച്ചു നീക്കി തുടർ നടപടി കൈക്കൊള്ളാൻ CPWDക്ക് നിർദ്ദേശം നൽകി. രോഗികളുടെ കൂടുതലായി ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലുള്ള ചോർച്ചകളും മറ്റും വിവിധ അടിയന്തര സ്വഭാവമുള്ള മരാമത്ത് വർക്കുകളും 15 ദിവസത്തിനകം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി. ഇനിയൊരു കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും S ദുരൈരാജ് പറഞ്ഞു. അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബാവി, RMO ലയ പരമേശ്വരൻ, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ട്രഷറർ AM വിപിൻ, AC കൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് MK നരേന്ദ്രൻ എന്നിവർ പരിശോധനയിൽ കൂടെയുണ്ടായിരുന്നു. സർക്കാരിന്റെയും ആരോഗ്യമന്ത്രിയുടെയും അനാസ്ഥ മൂലം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CMP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി വികാസ് ചക്രപാണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ PJ തോമസ് മാസ്റ്റർ, മിനി രമേശ്, ഏരിയ സെക്രട്ടറി ജോസ് മാറോക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു. അനിൽ VG, സുധീഷ് കുമാർ, മനോജ്, ശശി നെട്ടിശ്ശേരി, ബിജു ചിറയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. തൃശൂർ അയ്യന്തോൾ ചുങ്കം ഭാഗത്ത് മിനി ലോറിയുടെ പുറകിൽ ഓട്ടോ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോയിൽ കുടുങ്ങിയ ഡ്രൈവർ സുമേഷിനെ തൃശൂർ അഗ്നിരക്ഷാ സേന എത്തി 10 മിനിറ്റോളം എടുത്ത ശ്രമത്തിനൊടുവിൽ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. ഹൈദരാബാദ് ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 24ാമത് നാഷണൽ വുഷു ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നും നിരവധി കായിക താരങ്ങൾ പങ്കെടുത്തു. തൃശൂരിൽ നിന്നും പങ്കെടുത്ത അനുപമ, സാമുവൽ സേവ്യർ, നന്ദന, നേഹ സാറാപോൾ എന്നിവർക്ക് 4ഉം 5ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ മേപ്പുള്ളി വീട്ടിൽ ബിന്ദു ജോഫിക്ക് കളക്ടർ പട്ടയം നൽകി. PKS തൃശൂർ ജില്ലാ സമ്മേളനം അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി K സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ഒല്ലുക്കര ക്ഷീര വികസന യൂണിറ്റിന്റെയും കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ESI കേന്ദ്ര ബോർഡ് നമ്പർ മിന്നൽ പരിശോധന നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.